ഇപ്പോൾ ക്യാമറ ഓണാക്കി, എല്ലാവരും ക്യാമറ ഓണാക്കി വയ്ക്കുക. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് മാറ്റി. ഇപ്പൊ എല്ലാം നല്ല കളർഫുൾ ആയില്ലേ? ഓക്കെ, നമ്മളുടെ വീഡിയോസ് കണ്ടോ? ഇതിന്റെ വീഡിയോസ് കണ്ട എനിക്ക് തോന്നുന്നു ഇന്നിപ്പോ സമയത്ത് ഇപ്പൊ ആഡ് ചെയ്തവരുണ്ട്. നമ്മുടെ സജി സാറിന്റെ മക്കള് അല്ലെ? നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടില്ലല്ലോ? ഇത് ഫസ്റ്റ് ദിവസം നമ്മൾ ഓരോ ദിവസവും ഇതിനകത്ത് വീഡിയോസ് ഇടും. അപ്പൊ ആ വീഡിയോസ് ഇപ്പൊ നിങ്ങൾ ആഡ് ചെയ്തല്ലേ ഉള്ളൂ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വീഡിയോസ് ഇടാം. അപ്പൊ വീഡിയോസ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇത് ഒന്നാമത്തെ ക്ലാസ് ആണ്, ഫസ്റ്റ് ക്ലാസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ചു പേര് എത്തിയിട്ടുണ്ട്. വിദ്യ ടീച്ചർ എത്തിയിട്ടില്ല അല്ലേ? വിദ്യ ടീച്ചർ ഇല്ല, വന്നിട്ടില്ല. ഓക്കെ ഓക്കെ. ധന്യ ടീച്ചറിന്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ കഴിയുന്നില്ല? ഇല്ല, പറ്റുന്നില്ല. ആഹാ, ഇത് ഇവിടെ ഇതിന്റെ ഫ്രണ്ടിൽ ആ ഐക്കൺ കാണുന്നുണ്ടോ നിങ്ങളുടെ ക്യാമറയുടെ? ആ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തായിരുന്നോ? അതിലെവിടെയാ? അത് കോളോ കട്ടായി. നമ്മുടെ ആ കോൾ അതിന്റെ അകത്തല്ല, ഈ നമ്മളുടെ ഈ ഇന്റർഫേസ്, നമ്മളെ ഫേസ് കാണുന്നില്ലേ? അതിനകത്തുണ്ടാവും. അതിന്റെ അകത്തൊരു ഒരു 3 ഡോട്ട് ഉണ്ട്. 3 ഡോട്ട് മാത്രമേ ഉള്ളൂ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടതെന്ന് പറയണത്, ജസ്റ്റ് പുറത്തിറങ്ങി പോയാൽ ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ നാളെ ഇനിയിപ്പോ ഓപ്പൺ, അതായത് നിങ്ങളുടെ ഗൂഗിൾ മീറ്റിൽ കയറുന്ന സമയത്ത് ഓപ്പൺ ആക്കിയിട്ട് അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ചില കാരണങ്ങൾ അങ്ങനെ വരും. അങ്ങനെ വരികയാണെങ്കിൽ ഇതിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ബാക്ക്ഗ്രൗണ്ട് മാറ്റിയാൽ മതി. അതായത് നമുക്ക് നമ്മളുടെ സൈറ്റ്, നമ്മൾ ഇത് സെർച്ച് ബാറിൽ തന്നെ ചെന്നിട്ട് എന്ത് ചെയ്യുക, ഗൂഗിൾ മീറ്റ് എന്ന് അടിക്കുമ്പോഴത്തേക്ക് അത് നമ്മളുടെ ഗൂഗിൾ മീറ്റ് ഓപ്പൺ ആയി വരും. അവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ നമുക്ക് അതായത് എവിടെ ഏത് സ്ഥലത്ത് പോയി നിന്നാലും നമുക്ക് ലൈവ് ക്ലാസ്സുകൾ എടുക്കാനോ മറ്റ് വേറെ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് സ്ഥലം നമുക്കൊരു പ്രശ്നമല്ല. എവിടെ നിന്നാലും നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, നമ്മളുടെ ശരീരം മാത്രമേ കാണൂ, ബാക്കി ബാക്ക്ഗ്രൗണ്ട് ഒന്നും കാണത്തില്ല. അപ്പൊ നമുക്ക് ഏത് സ്ഥലത്തും നിന്നുകൊണ്ട് നമുക്കൊരു ലൈവ് ക്ലാസ് ഭാവിയിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ് നടത്താം. ഓക്കേണേ? ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും മെമ്മറി കാസ്കറ്റിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സുഭാഷ് സുകുമാർ ടീച്ചർ എന്നാണ്. നമ്മൾ പ്രധാനമായിട്ടും മെമ്മറി കാസ്കറ്റ് പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നത് സ്റ്റുഡൻസ് എംപവർമെന്റ് പ്രോഗ്രാമുകളാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഡ്രീം മാട്രിക്സ് 21 എന്ന് പറയുന്ന 21 ദിവസത്തെ മാത്സുമായി ബന്ധപ്പെട്ട കോഴ്സിലൂടെ കുട്ടികളെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ എംപവർമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനൊരു 21 ദിവസത്തെ കോഴ്സ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടും നമ്മളെല്ലാവരും 2 ഗ്രൂപ്പുണ്ട്. ഒന്ന് നമുക്ക് മെയിൻ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിനകത്ത് നമ്മൾ അതിനകത്ത് വീഡിയോസുകൾ ഇടും. നമ്മൾ റെക്കോർഡ് ചെയ്ത വീഡിയോസ് അതിനകത്ത് ഇടാത്തെന്ന് പറയുന്നത് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് കാണുന്നതിന് വേണ്ടി ഒരുപാട് MB നഷ്ടമാവും, നെറ്റ് നഷ്ടമാവും. അതുകൊണ്ടാണ് യൂട്യൂബിലെ വീഡിയോസ് ഇട്ടിരിക്കുന്നത്. ആ യൂട്യൂബിന്റെ തന്നെ നമ്മളെ കയ്യിൽ വീഡിയോ ഉണ്ട്, പക്ഷെ അത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കാണേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, മെമ്മറി കാസ്കറ്റിന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് നിങ്ങൾ ക്ലാസ് ഇപ്പോൾ തൽക്കാലം അറ്റൻഡ് ചെയ്യുന്നത്. നിങ്ങളുടെ നെറ്റ് ലാഭിക്കാൻ കൂടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മുടെ ആ വർക്കിംഗ് ഗ്രൂപ്പിനകത്ത് ഇടുന്ന, മെയിൻ ഗ്രൂപ്പിനകത്ത് ഇടുന്ന
വീഡിയോസുകൾ ജസ്റ്റ് ഒന്ന് കാണുക, കണ്ട് അതിന്റെ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഒരു 3 ദിവസം കഴിയുമ്പോൾ നമ്മളുടെ ഈ ഒരു ബാച്ച് ഒരു വളരെ വലിയ ഒരു മാസ്മരികതയിലൂടെ യാത്ര ചെയ്യുന്ന നിങ്ങൾക്ക് അനുഭവപ്പെടും. കൃത്യമായിട്ടും എല്ലാ ദിവസവും പ്രാക്ടീസിന് വരിക. ഈ പ്രാക്ടീസ് സെക്ഷനിൽ നമ്മളത് ആ വീഡിയോസിൽ കണ്ട കാര്യങ്ങളായിരിക്കും. വേറെ വീഡിയോസ് ഒന്നും പോയി കാണണമെന്നില്ല. നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിരിക്കുന്ന ആ യൂട്യൂബ് ചാനലിലെ ആ വീഡിയോസ് മാത്രം കണ്ടാൽ മതി. വേറെ വീഡിയോസുകളൊന്നും കാണണമെന്നില്ല. അത് കൃത്യമായിട്ടും എല്ലാവരും നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ, ഒരു 2-3 വീഡിയോസ് വരും. ഒരു അരമണിക്കൂർ ക്ലാസ് കഴിഞ്ഞിട്ടോ നിങ്ങൾ വന്ന ഉടനെ എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ഈ 21 ദിവസം വളരെ വലിയൊരു വിപ്ലവകരമായ ഒരു ദിവസമാണ്. ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് സ്കൂളിൽ ചെന്നാൽ സ്റ്റാർ ആകാനുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ഇന്നലെ വരെ നിങ്ങളുടെ ബ്രെയിനിൽ നിങ്ങൾ അറിഞ്ഞതോ പഠിച്ചതോ ആയിട്ടുള്ള ഒരു മെത്തേഡ്സുകളല്ല ഇതിനകത്ത് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അധ്യാപകരുടെ ഇടയിൽ, കുട്ടികളുടെ ഇടയിൽ, ഫാമിലിക്കകത്ത്, പൊതുസമൂഹത്തിനകത്ത്, പൊതുവേദികളിൽ പ്രോഗ്രാമുകൾ വരെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, എന്താണ്, മെന്റലിസം, മാജിക് അടക്കമുള്ള പ്രോഗ്രാമുകൾ വരെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളുടെ പഠനം നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ 21 ദിവസം നിങ്ങൾ ഇപ്പോൾ നമ്മളിന്ന് ജോയിൻ ചെയ്തിട്ട് കുറച്ചുപേര് ഇപ്പോഴും വന്നിട്ട് ഫസ്റ്റ് ദിവസം തന്നെ എത്തിയിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും വരിക. വരാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗ്രൂപ്പിനോട് നിങ്ങൾ കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം. നിങ്ങൾ ഗ്രൂപ്പിൽ അറിയിക്കണം, എനിക്ക് വരാൻ പറ്റത്തില്ല എന്ന് പറയുക. ഒരു പക്ഷേ ആ സമയത്താണ് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ പറയുക, എനിക്ക് വരാൻ പറ്റിയില്ല എന്ന്. നിങ്ങളുടെ ഒരു പ്രസന്റ്, നിങ്ങളുടെ ഒരു കമ്മിറ്റ്മെന്റ്, നിങ്ങളുടെ ഒരു ഉത്തരവാദിത്വം കൂടി നമ്മുടെ ഈ കോഴ്സിലേക്ക് നിങ്ങൾ അർപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ദിവസം നമ്മൾ പഠിച്ചതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ വീഡിയോസ് ഇട്ടെന്ന് പറഞ്ഞാൽ ഫിംഗർ മാത്സ് ആണ്. അതായത് വിരലുകൾ കൊണ്ട്. ഇത് എത്ര പേരുണ്ടാവും ഇത് കണ്ടിട്ടുള്ള വീഡിയോസ് കണ്ടിട്ടുള്ള? സാർ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഓക്കെ. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങളെ കാണാൻ പറ്റിയില്ലെങ്കിൽ, ഒരു പക്ഷേ സ്കൂളിലെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ലേറ്റ് ആയാണ് വരുന്നതെങ്കിൽ, കാണാൻ പറ്റിയില്ലെങ്കിൽ, എനിക്ക് ഇന്നത്തെ ക്ലാസ് കാണാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് പ്രാക്ടീസിന് പോകണില്ല എന്ന് വിചാരിക്കരുത്. പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ജസ്റ്റ് അവിടെ പോയി ഒന്ന് കാണുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇന്നിപ്പോ ജോയിൻ ചെയ്തത് ഉണ്ടല്ലോ, ഇന്ന് ജോയിൻ ചെയ്ത, ഈ സമയത്ത് ജോയിൻ ചെയ്ത മോളുടെ പേരെന്താ? 4ാം ക്ലാസ്സിലെ നമ്മള് സജി സാറിന്റെ മകനോ മകളോ? ഓക്കെ. അപ്പൊ അതായത് ആ കുട്ടിക്ക് മാത്രമാണ് ലൈവ് നമ്മളുടെ വീഡിയോസ് കാണാൻ പറ്റാതെ, അതായത് എത്തിയിട്ടില്ല. ഇനിയിപ്പോ ഇത് കഴിഞ്ഞ് നമ്മൾ എത്തിത്തരാം. ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തുകൊണ്ടാണ് നമ്മളുടെ കോഴ്സിൽ നമ്മൾ വിരലുകൾ കൊണ്ട് മാത്സ്, അതല്ലെങ്കിൽ ആ ഒരു ഫിംഗർ മാത്സ് എന്തിനാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കാം. അതായത് നമ്മൾ കുട്ടിക്കാലം മുതലേ നമ്മൾ ആദ്യം എണ്ണി പഠിക്കുന്നത് വിരലുകൾ വെച്ചാണ്. എല്ലാ കുട്ടികളും, എല്ലാ മനുഷ്യരും എനിക്ക് തോന്നുന്നു എണ്ണി പഠിക്കുന്നത് വിരലുകൾ വെച്ചാണ്. ആദ്യം ഒരുപക്ഷെ എണ്ണിയിട്ടുള്ളത് സ്വന്തം വിരലുകളായിരിക്കും. അറിയാവുന്ന സംഖ്യകൾ വെച്ച് കൂട്ടി നോക്കിയിട്ടുള്ളത് വിരലുകൾ വെച്ചായിരിക്കും. ഇപ്പോഴും നമ്മൾ കുട്ടികൾ വിരലുകൾ വെച്ചായിരിക്കും നമ്മൾ എണ്ണുന്നത്, കണക്ക് കൂട്ടുന്നത്. അതൊരു 10 വരെയുള്ള സംഖ്യകൾ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കൈവിരലുകൾ വെച്ചിട്ട് നമ്മൾ 99 വരെ എണ്ണുക എന്നുള്ളതാണ്. 99 വരെ നിങ്ങളെ എണ്ണാൻ പഠിപ്പിക്കുന്നതിന്റെ കാരണം, നമുക്ക് പെട്ടെന്ന് ഈ 99 വരെയുള്ള സംഖ്യകളെ പെട്ടെന്ന്, നമുക്ക് പേനയും പേപ്പറും ഇല്ല എങ്കിൽ നമുക്ക് വിരൽ വെച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല,
നമ്മൾ വിരല് വെച്ച് ചലിപ്പിക്കുന്ന ഏതൊരു പ്രവർത്തനവും ശ്രദ്ധിച്ചോളണം. നമ്മളുടെ കോഴ്സ് പ്രത്യേകം നമ്മൾ പറയുന്ന ഒരു ആക്ഷൻ അത് നമ്മളുടെ ന്യൂറോണിനെ, നമ്മളെ ബ്രെയിനെ സ്വാധീനിക്കുന്നതായിരിക്കും. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ എടുക്കുക, സിമ്പിളായിട്ട് കാണരുത്. നമ്മൾ മനസ്സിൽ കാണുന്ന, അതായത് നമ്മൾ വിചാരിക്കുന്നത് പോലെയാണ്. ഒരു 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 സാറിന്റെ ക്ലാസ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു സംഭവം കേൾക്കുമ്പോൾ നമ്മളത് നിസാരമെന്ന് വിചാരിക്കണമെങ്കിൽ ആ വലിയൊരു അറിവ് നിസാരമായി പോകും. തമാശയായിട്ട് കാണണമെങ്കിൽ ആ ഒരു അറിവ് തമാശയായിട്ട് പോകും. ആ ഒരു അറിവിനെ അത്രമാത്രം വാല്യൂ കൊടുത്ത് വലിപ്പമുള്ളതായി ഒരു ആകാംക്ഷയോടുകൂടി അതിനെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ എന്താണ് മറ്റുള്ളവരിലും നിങ്ങൾ അത് പഠിച്ചെടുക്കുമ്പോൾ, എനിക്ക് ഫിംഗർ മാത്സ് കിട്ടുമ്പോൾ എനിക്ക് അതിലുണ്ടായ ആകാംക്ഷ, അതിലുണ്ടായ ആത്മാർത്ഥത, അതിനുണ്ടായ താല്പര്യവും വിരൽ വെച്ച് നമ്മൾ കുട്ടിക്കാലം മുതൽ 10 വരെ എണ്ണിയിട്ടുള്ള വിരലുകൾ, ഈ 1 2 3 4 10 വരെ എണ്ണിയ ഈ വിരലുകൾ വെച്ച് 99 വരെ എണ്ണാൻ പറ്റുമോ? അതെങ്ങനെ? അത് കൊള്ളാലോ. ഇങ്ങനെ ഒരു ഫീലിങ്സ് നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് എനിക്ക് ഇന്ന് ഇങ്ങനെ ഒട്ടനവധി കുട്ടികളുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ ഒട്ടനവധി വ്യക്തികളുടെ ഇടയിലേക്ക് എനിക്ക് ഫിംഗർ മാത്സിന്റെ ക്ലാസ് എടുക്കാൻ കഴിയും. പക്ഷെ ഞാനത് കേട്ടപ്പോ ഇത് വിരൽ വെച്ചിട്ട് 99 ഇത് ഇത്രയല്ലേ എന്ന് വിചാരിക്കുകയാണെങ്കിൽ, ഞാൻ പറയുന്ന കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സ്പീഡായി പോകുന്നുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ. നമുക്ക് അപ്പൊ അങ്ങനെ നമുക്ക് വളരെ വാല്യൂ കൊടുത്തുകൊണ്ട് മാത്രം ഇതിനെ കാണുക. ഇത് നമ്മുടെ 21 ദിവസം മുന്നോട്ട് പോകുന്നതിൽ വളരെ വലിയ പല ഭാഗങ്ങളിലും അല്ലെങ്കിൽ പല ഏരിയകളിലും നമുക്ക് ഫിംഗർ മാത്സ് വളരെയധികം ഗുണം ചെയ്യും. ഓക്കെ. അപ്പൊ വീഡിയോ കണ്ടവർക്കും ഇപ്പോ വീഡിയോ ഇതിൽ കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുമായിട്ട് എല്ലാവരും എന്ത് ചെയ്യാ, എന്റെ കൈകൾ കാണാൻ പറ്റുമോ? എന്റെ ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് എന്റെ വിരലുകൾ കാണാൻ പറ്റുമോ? ഓക്കെ ഓക്കെ. ഞാൻ കുറച്ച് ഹലോ അശ്വനി. ഹലോ സാർ, ഇപ്പൊ അച്ഛൻ വന്നതേ ഉള്ളു. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ കേട്ടോ, തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നതാണ്, നമ്മളുടെ വിരലുകൾ ചലിപ്പിക്കുമ്പോ, നമ്മളുടെ ശരീരം ചലിപ്പിക്കുമ്പോ നമ്മളുടെ മെമ്മറിയില്, അതായത് മസിൽ മെമ്മറി എന്ന് പറഞ്ഞ കൊച്ചു കുട്ടികളുള്ള നിങ്ങളും ഇത് കേൾക്കുക, നിങ്ങൾക്ക് പിന്നീട് അത് മനസ്സിലാവും. നമ്മൾ വളരെ വലിയ ഗൗരവമുള്ള, ചെറുതോ വലുതൊന്നുമില്ല, നമ്മൾ പറയുന്നത് വളരെ വലിയ ഗൗരവമുള്ള കാര്യങ്ങളായിരിക്കും. ഓക്കെ. അത് പിന്നീട് വരുമ്പോൾ ഇപ്പൊ ഇതെന്താണ് പറയണമെന്നൊക്കെ ആണെങ്കിലും പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോളും. ഈ പ്രായത്തിലേ ഇത് കിട്ടണം. മനസ്സിലായില്ലേ? നമുക്ക് മൈൻഡും നമ്മളുടെ ഓർമ്മയും മെമ്മറിയും ഇങ്ങനെ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഈ LKG മുതലേ കേൾക്കാനുള്ളതാണ്. മനസ്സിലായില്ലേ? നമ്മൾ പക്ഷിയുടെയും പൂച്ചയുടെയും അക്ഷരങ്ങളും കാര്യങ്ങളും എല്ലാം പഠിക്കുന്നത് പോലെ തന്നെ തലച്ചോറ്, ന്യൂറോണ്, എന്താണ് നമ്മൾ അങ്ങനെയുള്ള ഓർമ്മശക്തി എന്നൊക്കെ പറയുന്ന വാക്കുകളൊക്കെ നമ്മൾ ഇപ്പോഴേ ഫോളോ അപ്പ് ചെയ്യണമെങ്കിൽ, നമ്മളുടെ ശ്രദ്ധ ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് അടുത്ത ഇപ്പൊ നിങ്ങൾ LKGയിലും അല്ലെങ്കിൽ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും കേൾക്കുന്ന കുട്ടികളൊക്കെ ഒരു 5ാം ക്ലാസ്സിലാകുമ്പോൾ ഈ ഒരു കാര്യത്തിലൊക്കെ വളരെ ഡെവലപ്പായിട്ട് മാറും. ഓക്കെ. ഞാൻ പറയുന്നത്, നമ്മുടെ ശരീരം ചലിപ്പിച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ, ഏതൊരു കാര്യത്തെയും അതിന്റെ രീതിയിൽ നമ്മൾ പഠിച്ചെടുക്കുമ്പോൾ നമ്മളെ മസിൽ മെമ്മറിയിൽ അത് നിൽക്കും. മസിൽ മെമ്മറിയിൽ കൂടി അത് ഓർമ്മ നിൽക്കും. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നിപ്പോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. നമ്മളൊരു അരമണിക്കൂറോളം നമ്മൾ പരിചയപ്പെടലും കാര്യങ്ങളുമായിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഒരു അരമണിക്കൂറോളാണ് ബാക്കിയുള്ളത്. അപ്പൊ അടുത്ത ദിവസം തൊട്ട് നമുക്ക് ഇതിനകത്ത് വളരെ രസകരമായ ഏരിയകളൊക്കെ ഉണ്ട്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും വിരലെടുക്കുക. വലത് കൈ, റൈറ്റ് ഹാൻഡ്, മനസ്സിലല്ലേ? റൈറ്റ് ഹാൻഡ് എടുക്കുക. റൈറ്റ് ഹാൻഡ് ഇങ്ങനെ എന്താണ്, തള്ളവിരല് അകത്ത് വെച്ചിട്ട് ചുരുട്ടി പിടിച്ചാൽ 0. ഓക്കെ. എല്ലാവരും ഇതിൽ ക്യാമറ ആരെങ്കിലും ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺ ആക്കുക. കാരണം നിങ്ങൾ എല്ലാവരും ഒന്ന് കാണാനും കഴിയും. മനസ്സിലായല്ലേ? അല്ലെങ്കിൽ ഞാൻ ഇത് റെക്കോർഡ് പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യും. ഓക്കെ. എന്നിട്ട് നിങ്ങളെ മുതിർന്നവരോ ഇത് കൊച്ചുകുട്ടിയോ അങ്ങനെയൊന്നുമില്ല,
നമ്മൾ പഠിക്കാൻ പോണത് ഒരിക്കലും കൊച്ചുകുട്ടികൾ മാത്രം അറിയാവുന്ന കാര്യങ്ങളല്ല. അതായത് വലത് സൈഡിലെ റൈറ്റ് ഹാൻഡ് ചുരുട്ടി പിടിക്കും. ചുരുട്ടി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്തായി? 0 ആയി. ഓക്കെ. ലോകത്തെ ആദ്യത്തെ കമ്പ്യൂട്ടർ ഏതാണെന്ന് അറിയാമോ? ലോകത്തെ ആദ്യത്തെ കമ്പ്യൂട്ടർ എല്ലാവർക്കും അറിയാലോ, ഇന്ന് കമ്പ്യൂട്ടർ യുഗമാണ്. ലോകത്തെ ആദ്യത്തെ കമ്പ്യൂട്ടർ ഏതാണെന്നറിയാമോ? ഈ കമ്പ്യൂട്ടർ രൂപപ്പെട്ടത് എങ്ങനെയാണെന്ന്, എന്തിൽ നിന്നാണ് തുടങ്ങിയെന്നറിയാമോ? അതെ. ഓക്കെ. ഹലോ വിദ്യ ടീച്ചർ. ഓക്കെ. ആദ്യത്തെ കമ്പ്യൂട്ടർ തുമ്പിയിൽ നിന്നാണ് ഹെലികോപ്റ്റർ ഉണ്ടായെന്നറിയാമല്ലോ. തുമ്പിയെ കണ്ടിട്ടാണ് നമുക്ക് ഇന്ന് ഹെലികോപ്റ്ററും പ്ലെയിനും ഒക്കെ കണ്ടുപിടിച്ചതുപോലെ ലോകത്തെ ആദ്യത്തെ കമ്പ്യൂട്ടറാണ് അബാക്കസ്. അബാക്കസ് എന്ന് പറഞ്ഞ വാക്ക് കേട്ടിട്ടുണ്ടോ? അബാക്കസ് ആണ് ലോകത്തെ ആദ്യത്തെ കമ്പ്യൂട്ടർ. ഓക്കെ. അപ്പൊ ആ അബാക്കസ് എന്ന് പറയുന്ന ലോകത്തെ ആദ്യത്തെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് കണക്ക് കൂട്ടാൻ ഉപയോഗിച്ചിരുന്ന മണിച്ചട്ടം എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. ഇവിടെ മണിച്ചട്ടം. ആ മണിച്ചട്ടം എന്ന് പറയുന്ന അബാക്കസിൽ നിന്നാണ് പിന്നെ കാൽക്കുലേറ്റർ എന്ന് പറയുന്ന വാക്ക്, അല്ലെങ്കിൽ കാൽക്കുലേറ്റർ എന്ന് പറയുന്ന കണക്കൂട്ടാനുള്ള കാൽക്കുലേറ്റർ എല്ലാവർക്കും അറിയാമല്ലോ. ഓക്കെ. അറിയാമെങ്കിൽ നിങ്ങൾ തലയൊക്കെ കുലുക്കുക. നിങ്ങൾക്ക് തലയെ കുലുക്കുമ്പോൾ എനിക്ക് കാണണം, മനസ്സിലായില്ലേ? നിങ്ങളുടെ ആ ഒരു പ്രസന്റ് കിട്ടണം എനിക്ക്. ഓക്കെ. അപ്പൊ കാൽക്കുലേറ്റർ ഏതിനാ വരുന്നത്? അബാക്കസിൽ നിന്നാണ് വരുന്നത്. ആ അബാക്കസിൽ നിന്ന് കാൽക്കുലേറ്റർ വരുന്നു. പിന്നെ കണക്ക് കൂട്ടാൻ വലിയ 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 മെഷീനുകൾ വന്നാണ് ഇന്നീ കാണുന്ന കമ്പ്യൂട്ടറും മൊബൈൽ അടക്കമുള്ള എല്ലാത്തിന്റെയും വരവെന്ന് പറയുന്നത് ഏതിൽ നിന്നാണ്? മൊബൈൽ അല്ലെങ്കിലും നമ്മളുടെ കമ്പ്യൂട്ടർ വരെയുള്ള ഇത് വരുന്നതെന്ന് പറയുന്നത് അബാക്കസ് എന്ന് പറയുന്ന മണിച്ചട്ടം എന്ന് പറയുന്നതിൽ നിന്നാണ്. അപ്പൊ അബാക്കസിന്റെ 2 മുത്തുകളെ കുറിച്ച്, അതായത് ഒറ്റയുടെയും 10ന്റെയും 2 മുത്തുകളെ കുറിച്ചാണ് നമ്മൾ ഈ പഠിക്കാൻ പോകുന്നത്. നിസ്സാരമായ കാര്യമല്ല. എന്തോ പറയുന്നുണ്ടോ? അമൃത, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കാവുന്നതാണ്. ഓക്കെ. ഒരാള് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞതിന് ശേഷം അടുത്ത ആൾ ചോദിച്ചാൽ മതി. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും കൈ ഇങ്ങനെ മുറുക്കി പിടിക്കുക. അബാക്കസിന്റെ ഒരു വലിയൊരു ഏരിയ ആണ്. അതിന്റെ 2 മുത്തുകൾ പോലെയാണ് നമ്മളുടെ ഈ 2 കൈകൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? എണ്ണുന്നത്. അപ്പോ ഇത് 0, ഇത് 0. വലത് കൈയാണ് 0. ഓക്കെ. വലത് കൈയാണ് ആദ്യം എടുക്കാനുള്ള. വലത് കൈയില് ഈ ഒരു വിരൽ മാത്രം നൂത്ത് കഴിഞ്ഞാൽ 1. ഓക്കെ. എല്ലാവരും പ്രാക്ടീസ് കൂടെ ചെയ്യുക. 2 വിരൽ നൂത്ത് കഴിഞ്ഞാൽ 2, 3, 4, 5 എന്ന് പറയുമ്പോൾ ഈ തള്ളവിരൽ നൂത്തിട്ട് ബാക്കി എല്ലാ വിരലും അടയ്ക്കണം. ഇങ്ങനെ വെച്ചാൽ 5. നമ്മൾ ലൈക്ക് കടിക്കൂലേ? ഇത് 5. ഓക്കെ. കാണാൻ കഴിയുന്നുണ്ടല്ലോ എല്ലാവർക്കും? ഓക്കെ. ഓക്കെ. ഇത് 5. ഓക്കെ. 5. അതിന്റെ കൂടെ വീണ്ടും 1 കൂട്ടിയാൽ എത്രയായി? 6. അതിന്റെ കൂടെ വീണ്ടും ഒന്നുകൂടെ കൂട്ടിയാൽ 7. അതിന്റെ കൂടെ വീണ്ടും ഒന്നുകൂടെ കൂട്ടിയാൽ 8. പുള്ളി ഇങ്ങനെ വെച്ചാൽ 9. ഓക്കെ ആണേ? എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി പറയാം. 1 എന്ന് പറഞ്ഞാൽ നമ്മളെ റൈറ്റ് ഹാൻഡ് ആണ്, വലത് കൈയാണ് നമ്മൾ എടുക്കുന്നത്. ഇടത് കൈയല്ല, വലത് കൈ. മാറിപ്പോകരുത്. ചില വ്യക്തികൾക്ക് ഇടത് കൈ വാക്കായിരിക്കും, ചില കുട്ടികൾക്ക് വലത് കൈ വാക്കായിരിക്കും. എങ്കിലും ഇവിടെ വാക്ക് ഏതാണെന്നുള്ളതല്ല, മനസ്സിലല്ലേ? വലത് കൈ തന്നെ ആയിരിക്കണം ഒറ്റയുടെ സ്ഥാനം. 1 എന്ന് പറയുന്നത് എടുക്കുന്നത് വലത് കൈ തന്നെ ആയിരിക്കണം. അപ്പോൾ ഒന്നും കൂടി 1, 2, 3, 4, 5, 6 ഒരൊറ്റ കൈ.
ഞാൻ 2 കൈ എടുത്തിട്ടില്ല, അപ്പോൾ 2 കൈ വേറൊരാളും എടുക്കാൻ നിൽക്കരുത്. 2 കൈ എടുക്കാനുള്ള സമയമായിട്ടില്ല. ഓക്കെ, ആ ഓക്കെ. 6. ഇത് 5 ആണ്. തള്ളവിരൽ മാത്രം ഉയർത്തിയാൽ 5. ഓക്കെ, അപ്പൊ 5, 5ന്റെ കൂടെ 1 വയ്ക്കുമ്പോൾ 6, 6ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ 7, 7ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ 8, 8ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ 9. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എന്താണ്? ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കുക. ഈ നമ്മൾ 1, 2, 3, 4, 5 എണ്ണുന്ന സമയത്ത് ഇത് ബാലൻസ് ചെയ്യാം. അതായത് 5 എന്ന് പറഞ്ഞ് തള്ളവിരൽ എപ്പോഴും നോക്കുന്നോ അപ്പോഴെന്ത് ചെയ്യുക, ബാക്കിയുള്ളത് അടയ്ക്കാനുള്ള ഒരു പ്രാക്ടീസ് നമ്മളെ കൈക്ക് കൊടുക്കുക. ഓക്കെ, 1, 2, 3, 4, 5 എന്ന് പറയുന്ന സമയത്ത് ഇത് അടയ്ക്കാൻ പറ്റണം. ഓക്കെ, അതായത് മടക്കി വെച്ചിരിക്കുന്ന ഈ വിരല് നോക്കുന്ന സമയത്ത്, നിവർത്തുന്ന സമയത്ത് എന്താണ്, അടുത്ത ആക്ഷൻ എടുക്കുക. ആരും താണ്ടിയിരുന്ന് കൈ വെച്ചോണ്ടിരിക്കാൻ നോക്കണ്ട കേട്ടാ. ആക്ഷൻ എടുത്തോളണേ, കൈ വെച്ചോളണം. ഓക്കെ, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, എല്ലാവരും ഞാൻ നോക്കുന്നുണ്ട്, അതാണ് ക്യാമറ ഓൺ ആക്കാൻ പറഞ്ഞത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്നലെ വരെ 1, 2, 3, 4 എന്ന് 5 എണ്ണിയെങ്കിൽ ഇന്ന് ഈ 5 വിരൽ വെച്ച് നമ്മൾ എത്ര എണ്ണിയിട്ടുണ്ട്? 9 വരെ എണ്ണിയിട്ടുണ്ട്. 5 വിരൽ വെച്ച് 9 വരെ ഉണ്ട്. ഇന്നിപ്പോ ഫസ്റ്റ് ഇപ്പൊ വന്നില്ലേ, ക്യാമറ ഒന്ന് ഓണാക്കി, എല്ലാവരും ക്യാമറ ഓണാണ്, ക്യാമറ ഓണാക്കി വെച്ചേക്കണം. കുട്ടികളെല്ലാവരും ക്യാമറ ഓണാക്കി വെച്ചേക്കണം, എനിക്ക് കാണണം. ക്യാമറ ഓണാക്കാൻ കഴിയില്ല? ഓക്കെ ഓക്കെ ഓക്കെ, ഇത് നിങ്ങൾ അങ്ങനെ വെച്ചോളൂ. അപ്പൊ എനിക്ക് അല്ലെങ്കിൽ ഞാനൊരു നിങ്ങള് പലരും ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, ഓരോരുത്തർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിങ്ങനെ വെറുതെ എന്റെ കമ്പ്യൂട്ടറിൽ നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് അത്രയും ഒറിജിനാലിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടില്ല. ഓക്കെ, വേറെ ഒന്നും വിചാരിക്കേണ്ട, ക്യാമറയുടെ മുന്നിൽ വന്ന് സംസാരിച്ച് നമ്മൾ തെളിയണം. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലേ? 9 വരെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇനി അടുത്തത് 10. 10 എന്ന് പറയുന്നത് അവിടെയാണ് നമ്മളുടെ ഇടത് കൈ എടുക്കുന്നത്. ഇടത് കൈയില് 1 എടുക്കണം, ഇതില് 0, വലത് കൈയില് 0. അപ്പൊ 10 ആയില്ലേ? 10 ആയില്ലേ? അല്ല, 1ഉം 0 അങ്ങനെ എഴുതണം. 1 എഴുതി ഇപ്പുറത്ത് 0. എന്നിട്ട് നമ്മളെ വിരലിലോട്ട് നോക്കിയേ, വിരലിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ 1, 0, 0. അപ്പൊ 10 അല്ലേ? ഓക്കെ, ഇനി ഇത് 10 ആയിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത ജോലി എന്താ? ജസ്റ്റ് ഞാനൊന്ന് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്ത് കാണിച്ചിട്ട് വരെ. ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തപ്പോൾ ഓൾറെഡി എന്റെ മൈക്ക് മ്യൂട്ട് ആയിപ്പോയി. അതിലാണ്. ഓക്കെ, ഇവിടെ ഞാൻ നിങ്ങൾക്കൊന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇത് ഇതിന്റെ വലത് കൈയാണ്, ഇതെന്റെ ഇടത് കൈയാണ്. ഓക്കെ, ഇത് കാണാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമ്മള് വലത് കൈയുടെ ഭാഗത്ത് നമ്മള് എന്താ, ആദ്യം 1, അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് 2 എഴുതി, 3, 4. ഇതനുസരിച്ച് നിങ്ങള് എന്ത് ചെയ്യാ, നിങ്ങൾ വിരല് ഒന്ന് കൂടെ കൊണ്ടുവന്നോളണേ. ഞാൻ ഈ എഴുതുന്ന അനുസരിച്ച് 1, എല്ലാരും വിരല് എടുക്കുന്നുണ്ടോ? 2, 3, 4, 5, 6, 7, 8, 9. ഓക്കെ, എന്നിട്ട് അടുത്ത 10ലേക്ക് നമ്മൾ മാറുകയാണ്. 10ലേക്ക് മാറുമ്പോൾ നമ്മളെല്ലാവരും എന്ത് ചെയ്യുക, ഇടത് കൈ എടുക്കണം. ഇടത് ഭാഗമാണ്, മനസ്സിലായല്ലേ? അവിടെ എന്ത് ചെയ്യുക, 1 ഇടുക,
ഇപ്പുറത്തെ എന്ത് ചെയ്യാ 0 ആക്കണം. അപ്പൊ എത്രയായി? 10. സീറോ. ഓക്കെ, കളർ റേഞ്ച് ചെയ്യാൻ പറ്റില്ല. രണ്ടെണ്ണം ചെറിയ വ്യത്യാസം വരുത്തി കാണിക്കാൻ വേണ്ടി +0. ഓക്കെ, അപ്പൊ കിട്ടി. അപ്പൊ വീണ്ടും നമ്മൾ 11 എന്ന് പറയുമ്പോൾ ഇവിടത്തെ 1 മാറ്റമില്ല, അതായത് ഇടത് കൈയിലെ 1 മാറ്റമില്ല. പക്ഷേ എവിടെയാ മാറ്റം വരുന്നത്? വലത് കൈക്കാണ് മാറ്റം വരുന്നത്. ഓക്കെ, വലത് കൈക്കാണ് മാറ്റം വരുന്നത്. അവിടെ എന്ത് ചെയ്യാ? 11 എന്ന് എഴുതുമ്പോ 1 ഇടണം. ഓക്കെ, അടുത്ത ഇടത് കൈക്ക് മാറ്റമില്ല 12. വലത് കൈ മാത്രമാണ്, ഇടത് കൈ 1 തന്നെ ഇരിക്കുകയാണ്. 13, 14, ഇവിടെ ഇടത് കൈയിൽ ഒരു വിരൽ മാത്രം വെച്ചിട്ടാണ് 15, അതുപോലെ തന്നെ 16, 17, 18. ഞാൻ സ്പേസ് കുറവായതുകൊണ്ട് ഇങ്ങനെ എഴുതി പോകുന്നു. 19. ഇപ്പൊ എല്ലാവരും വലത് കൈ എന്താണ് ഫുള്ള് 5 വിരലുകളും നൂത്ത് വെച്ചിരിക്കുകയാണ്. ഇടത് കൈയില് ഒരു വിരൽ നൂത്തിരിക്കുകയാണ്. ശരിയല്ലേ? ശരിയാണോ? ശരിയാണോ ചോദിക്കുമ്പോൾ എനിക്ക് ഇപ്പൊ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്താൽ എനിക്ക് നിങ്ങൾ ആരെയും ഒന്നും കാണത്തില്ല. അതുകൊണ്ട് ജസ്റ്റ് ശരി ഒന്ന് ആരെങ്കിലും അതിന്റെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അപ്പൊ 20 ആകുമ്പോൾ വീണ്ടും വലത് കൈ എന്ത് ചെയ്യുക? വലത് കൈ 0 ആക്കുക. എന്നിട്ട് ഇടത് കൈയിലെ 2 നൂത്ത് പിടിക്കുക. അപ്പൊ 20. ഓക്കെ ആണേ? ഓക്കെ അല്ലേ? ഓക്കെ, അടുത്തത് വീണ്ടും എന്ത് ചെയ്യാം? ഒരു വിരൽ നൂത്ത് 21. വീണ്ടും അതായത് വലത് കൈയുടെ ഒരു വിരൽ നൂത്ത് 21, 22, 23. കൂടെ വിരൽ നൂത്ത് വരണേ. പ്രാക്ടീസ് ചെയ്യണം. നിങ്ങളത് ഇത് കേട്ടൊരിക്കലും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നത് പോലെ മാത്രമായി പോവും. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വരിക. 3, 23 24, ഇടത് കൈ 2, വലത് കൈ 5, 25. തള്ള വിരൽ മാത്രം നൂത്ത് ബാക്കിയുള്ളത് എന്ത് ചെയ്യാ? അടച്ച് വെക്കുക. അപ്പോ 25. വീണ്ടും ആ 5 എന്നുള്ളത് 6 ആക്കി 26, 27, 27. അപ്പൊ 28, 29. അപ്പൊ 30 ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ജസ്റ്റ് ഇത് എണ്ണി നിങ്ങൾക്ക് കൃത്യമായിട്ടും 99 വരെ വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കണക്ക് കൂട്ടാനുള്ള ലെവൽ ഫസ്റ്റ് ലെവൽ തന്നെ മാറും. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ഇടത് കൈവിരല് 3 എടുക്കുമ്പോൾ അത് 30 മനസ്സിലല്ലേ? ഇടത് കൈവിരൽ 3 നിവർത്തി കഴിഞ്ഞാൽ 10ന്റെ സ്ഥാനമാണ്. അത് 3 എടുത്തു കഴിഞ്ഞാൽ 30. അതിന്റെ കൂടെ വലത് കൈയിലെ ഒരു വിരലെടുത്താൽ 31, 32. 3 വിരലെടുത്താൽ 33, 4 വിരലെടുത്താൽ 34. അപ്പൊ 5 വിരൽ എടുക്കുമ്പോൾ നമ്മുടെ ഇടത് കൈയിലെ 3 വിരല് നിവർത്തി നമ്മുടെ മറ്റ് വലത് കൈയിലെ അടുത്ത് തന്നെ വെച്ചിരിക്കണം. അല്ല അത് വേറെ ഒന്നും കൊണ്ട് മാറ്റി വെച്ചേക്കരുത്. ഓക്കെ, 35. തള്ള വിരല് ഒരു വിരലും കൂടെ കൂട്ടി 36, 37. അടുത്ത ഒരു വിരലിനെ കൂട്ടി 38. ഫുള്ള് വലത് കൈ ഫുള്ള് നിവർന്നു വരുമ്പോ 39. മനസ്സിലാകുന്നുണ്ടല്ലോ? ഓക്കെ,
തീർച്ചയായിട്ടും നമ്മുടെ പുതിയ കുട്ടികളും തീർച്ചയായിട്ടും ഇതിനകത്ത് മനസ്സിൽ ധൈര്യമായിട്ട് പറയാം കേട്ടോ. ഒന്നും നിങ്ങൾ ക്ലാസ് റൂമിൽ മറ്റ് വേറെ ട്യൂഷനൊക്കെ ഇരിക്കുന്നതൊക്കെ നിങ്ങൾ ടെൻഷനൊന്നും അടിക്കണ്ട. ഞാൻ നിങ്ങളുടെ ഒരു സുഹൃത്താണ്, നിങ്ങളൊരു കൂട്ടുകാരനാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ധൈര്യമായിട്ട് പറയാം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് ഈ 21 ദിവസം കൊണ്ട് ഇതിനെ വേറൊരു ലെവലിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയൂ. അപ്പൊ നമുക്ക് അടുത്തത് എന്താണ്, ഇടത് കൈയിലെ 4 വിരൽ നോക്കുക. അതായത് 4 വിരൽ നോക്കുമ്പോൾ ഏതാണ്, തള്ള വിരൽ മടക്കിയിട്ട് ബാക്കി 4 വിരലുകൾ നോക്കുക. നോക്കിയതിനു ശേഷം വലത് കൈയിലെ ഒരു വിരൽ നോക്കുമ്പോൾ 41 2 വിരൽ നോക്കുമ്പോൾ 42 3 വിരൽ നോക്കുമ്പോൾ 43 വലത് കൈയിലെ 4 വിരലുകൾ നിർത്തുമ്പോൾ 44 അടുത്ത ആ 4 വിരലുകളെ മടക്കിയിട്ട് തള്ളവിരൽ മാത്രം നിവർത്തുമ്പോൾ 45. ഓക്കെ, എന്നിട്ട് തള്ളവിരലിന്റെ കൂടെ അടുത്ത വീണ്ടും ഒരു ചൂണ്ടുവിരൽ കൂടി ഒരു വിരലൂടെ നിവർത്തുമ്പോൾ 46. ഒരു വിരലിന്റെ കൂട്ടുമ്പോൾ 47. ഒരു വിരലിന്റെ കൂട്ടുമ്പോൾ 48. ഒരു വിരലിന്റെ കൂട്ടുമ്പോൾ 49. ഓക്കെ, ഇവിടെ തള്ളവിരലിലെ നമ്മളുടെ ഇടത് കൈയിലെ 10ന്റെ സ്ഥാനത്തുള്ള 4 ഇപ്പൊ നിവർന്നിരിക്കുകയാണ്. എല്ലാവരുടെയും കയ്യിൽ 4 നിവർന്നിരിക്കുകയാണ്. 4 വിരൽ നിവർന്നിരിക്കുകയാണ്. തള്ളവിരൽ മടക്കി വെച്ചിരിക്കുകയാണ്. ആ തള്ളവിരൽ നൂത്തിട്ട്, അതായത് ഇടത് കൈയിലെ 40ന്റെ സ്ഥാനത്തുള്ള തള്ളവിരല് നൂർത്തിട്ട് ബാക്കി 4 വിരലുകളും മടക്കി 50. ഓക്കെ, രണ്ട് കൈയിലും ഒരേപോലെ വർക്ക് വരെയാണ്. അതായത് ഇടത് കൈയിൽ എല്ലാവരുടെയും തള്ളവിരൽ മാത്രമാണല്ലോ, ബാക്കി ചുരുട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ 50. അതിൽ ഒന്ന് അടുത്ത ഇനി വീണ്ടും വലത് കൈയിലേക്ക് പോവുക. 1 കൂട്ടുമ്പോൾ 51. അടുത്ത ഒരു വിരലുള്ള കൂട്ടുമ്പോൾ 52. ഒരു വിരലുള്ള കൂട്ടുമ്പോൾ 53. ഇങ്ങനെ എടുക്കാം കുറച്ചും കൂടെ. ഒരു വിരലിന്റെ കൂട്ടുമ്പോൾ 54. ഒരു വിരലിന്റെ കൂട്ടുമ്പോൾ 55. 55 ആകുമ്പോൾ വലത് കൈയിലെ 4 വിരലും മടക്കി തള്ളവിരൽ മാത്രം ഉയർത്തുമ്പോൾ 2 കൈയിലെയും തള്ളവിരലുകൾ മാത്രമായിരിക്കും നിവർന്നിരിക്കുന്നത്. ശരിയല്ലേ? ശരിയാണോ? ശരിയാണ്. എല്ലാവരും ശരിയല്ലേ? അതായത് 2 കൈയുടെയും നമ്മളുടെ തള്ളവിരലുകൾ മാത്രം ആണ് ഇപ്പോൾ നിവർത്തി വെച്ചിരിക്കുന്നത്. അതിന്റെ കൂടെ വലത് കൈയിലെ ഒരു വിരലൂടെ കൂട്ടിയാൽ 56. ഒരു വിരലുടെ കൂട്ടിയാൽ 57. ഒരു വിരലുടെ കൂട്ടിയാൽ 58. ഒരു വിരലുടെ കൂട്ടിയാൽ 59. ഓക്കെയാണ്. അപ്പോ സെറ്റാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തത് വീണ്ടും ഇടത് കൈയിലെ തള്ളവിരലിന്റെ കൂടെ ഒരു വിരലിന്റെ കൂട്ടി എത്രയായി? 60. ഓക്കെ, ഞാൻ 2 കൈകൾക്കുമാണ് 2 വര വെച്ചിരിക്കുന്നത്. 60. അതിന്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയാൽ 61. ഒരു വിരലിന്റെ കൂട്ടിയാൽ 62. ഒരു വിരലിന്റെ കൂട്ടിയാൽ 63. ഒരു വിരലിന്റെ കൂട്ടിയാൽ 64. വലത് കൈയിലെ തള്ളവിരൽ ഒഴിച്ച് ബാക്കി എല്ലാ വിരലും നിവർന്നു കഴിഞ്ഞു. എന്ത് ചെയ്യാ, ആ വലത് കൈയിലെ തള്ളവിരൽ മാത്രം നൂത്ത് 55 ആക്കുക. 65 ആക്കുക. 65. അടുത്തത് 60. ഇത് ഞാനിത് ഇങ്ങനെ വരയ്ക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ. അപ്പൊ 66, 67, 68, 69. അടുത്തത് 70 ആണ്.
ഇടത് കൈയിൽ ഒരു വിരലൂടെ നിവർത്തുക. ഇടത് കൈയില് ഒരു വിരലും കൂടി നിവർത്തുക. നിവർത്തിയിട്ട് വലത് കൈ ഫുള്ള് ക്ലോസ് ചെയ്യുക. അപ്പോൾ എത്രയായി? ഇടത് കൈയില് ഇടത് കയ്യിൽ എത്ര? ഇടത് കയ്യില് ഓക്കെ, ഒരു തള്ളവിരലും അതിന്റെ കൂടെ 2 വിരലും കൂടി ഉയർന്നിട്ടുണ്ട് എല്ലാവരെയും. ഓക്കെ, അപ്പൊ 70 വലത് കൈ ചുരുട്ടി അല്ലെങ്കിൽ ക്ലോസ് ചെയ്ത് വെക്കുക. അപ്പോൾ അത് 0 ആണ്, 70. അടുത്ത വീണ്ടും വലത് കൈ തന്നെ നിങ്ങൾ നോക്കുക. ഒരു വിരൽ കൂട്ടുമ്പോൾ 71, വീണ്ടും ഒരു വിരലൂടെ കൂട്ടുമ്പോൾ 72, അടുത്ത ഒരു വിരലൂടെ കൂട്ടുമ്പോൾ 73, 4 വിരലുകളും ഉയർത്തുമ്പോൾ 74. അടുത്ത ആ 4 വിരൽ, വലത് കൈയിലെ 4 വിരലും അടച്ചിട്ട് തള്ളവിരൽ മാത്രം ഉയർത്തി എന്ത് ചെയ്യുക? 75. ഓക്കെ, എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം. എല്ലാവരും കൂടെ ചെയ്തു വരണം. നിങ്ങൾക്ക് ഇതങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ബ്രെയിനും നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് തുടങ്ങും. ഓക്കെ, അടുത്തത് വലത് കൈ, ഇടത് കൈയിൽ 7 വിരലാണ്, അതായത് തള്ളവിരലും അതിന്റെ കൂടെ 2 ഇതുകൊണ്ട് ഇടത് കൈയില്. വലത് കൈയില് നമ്മളെ എന്താണ് 6 വെച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് തള്ളവിരലും അതിന്റെ കൂടെ ഒരു വിരലിലെ ഉയർത്തി 76, ഒരു വിരലിലെ കൂട്ടി 77, ഒരു വിരലിലെ കൂട്ടി 78, ഒരു വിരലിലെ ഉയർത്തി 79. ഓക്കെ ആണ്? സമ്മതിച്ച് സെറ്റാണ്? ഓക്കെ, അടുത്ത നമുക്ക് 80. കേട്ടില്ല? എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇടത് കൈയില് വീണ്ടും ഒരു വിരലുടെ ഉയർത്തി, അതായത് ഇടത് കൈയില് എന്താണ് 80. 80 എന്ന് പറയുമ്പോൾ തള്ളവിരലും അതിന്റെ കൂടെ മറ്റു 3 വിരലും കൂടെ ഉയർത്തി വലത് കൈ ക്ലോസ് ചെയ്തിരുന്നാൽ എന്തായി? 80. അതിന്റെ കൂടെ വലത് കൈയിലെ, ഇനി വീണ്ടും വലത് കൈയിലേക്ക് എല്ലാവരും ശ്രദ്ധ വലത് കൈയിലേക്ക് കൊണ്ടുവരൂ. അവിടെ ഒരു വിരൽ ഉയർത്തിയാൽ 81, ഒരു വിരൽ ഉയർത്തിയാൽ 82, 3 വിരൽ ഉയർത്തുമ്പോൾ 83, 4 വിരലുകൾ ഉയർത്തുമ്പോൾ 84. ഇനി ആ 4 വിരലും ക്ലോസ് ചെയ്ത് തള്ളവിരൽ മാത്രം ഉയർത്തുമ്പോൾ 85. ഓക്കെ ആണ്? അടുത്തത് നമുക്ക് 86. 86, അതായത് തള്ളവിരലും അതിന്റെ കൂടെ ഒരു വിരലും കൂടെ ഉയർത്തുമ്പോൾ 86, അതിന്റെ കൂടെ 2 വിരലുകൾ ഉയർത്തുമ്പോൾ 87, തള്ളവിരലിന്റെ കൂടെ 3 വിരലുകൾ ഉയർത്തുമ്പോൾ 88, തള്ളവിരലിന്റെ കൂടെ 4 വിരലും, അതായത് തള്ളവിരലും മറ്റ് 4 വിരലും, അങ്ങനെ കയ്യിലെ 5 വിരലും ഉയർത്തുമ്പോൾ 89. നമ്മളുടനെ എന്ത് ചെയ്യാം? നമ്മുടെ ശ്രദ്ധ ഇടത് കൈയിലേക്ക് കൊണ്ടുവരിക. അത് ഫുള്ള്, അതായത് 5 വിരലും നിവർത്തി, തള്ളവിരലും മറ്റ് 4 വിരലുകളും നിവർത്തി വലത് കൈ 0 ആക്കിയാൽ എത്രയായി? നമുക്ക് 90 കിട്ടും. കിട്ടി. വലത് കൈ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ 90 കിട്ടി. ഇനി എന്ത് ചെയ്യാം? വീണ്ടും നമ്മുടെ ശ്രദ്ധ വലത് കൈകളിലേക്ക് കൊണ്ടുവരിക. വലത് കൈകളിലേക്ക് കൊണ്ടുവരിക. 1 വിരൽ മാത്രം നിവർത്തുമ്പോൾ 91, 2 വിരലുകൾ നിവർത്തുമ്പോൾ 92, 3 വിരലുകൾ നിവർത്തുമ്പോൾ 93, 4 വിരലുകൾ നിവർത്തുമ്പോൾ 94. ആ 4 വിരലുകളും ക്ലോസ് ചെയ്തിട്ട് തള്ളവിരൽ മാത്രം നിവർത്തുമ്പോൾ എന്താണ്? 95. തള്ളവിരലിന്റെ കൂടെ വീണ്ടും ഒരു വിരൽ നിവർത്തുമ്പോൾ 96. തള്ളവിരലിന്റെ കൂടെ 2 വിരൽ കൂടി നിവർത്തുമ്പോൾ 97. തള്ളവിരലിന്റെ കൂടെ 3 വിരലുകളും നിവർത്തുമ്പോൾ
98 നമ്മളുടെ 5 വിരൽ തള്ളവിരലും മറ്റ് 4 വിരലുകളും ഉയർത്തി വെക്കുമ്പോൾ 99. അപ്പൊ 2 കൈയും നിവർന്നോ? എല്ലാവരുടെയും 2 കൈയും ഫുള്ള് നിവർന്നോ? ഓക്കെ. 99 വരെ നമ്മളുടെ വിരലുകൾ വെച്ച് നമുക്ക് എണ്ണാൻ കഴിയും. ഓക്കെ. അപ്പൊ 99 വരെയുള്ള സംഖ്യകൾ നമുക്ക് എന്തായി നമ്മളെ വിരലുകൾ വെച്ച് എണ്ണാൻ കഴിയുമെന്ന് മനസ്സിലായിട്ടുണ്ട്. ശരിയല്ലേ? എല്ലാവർക്കും മനസ്സിലായി? ഇതിൽ മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന LKG പഠിക്കുന്ന കുട്ടി ഉണ്ട്, UKG LKGയിലുള്ള ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് മനസ്സിലായില്ലെങ്കിൽ ഈസി ആയിട്ട് ഇത് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുക. രക്ഷകർത്താക്കൾ കൂടെ ഉണ്ട്. മനസ്സിലായോ? മനസ്സിലായി? എല്ലാവർക്കും മനസ്സിലായില്ലേ? സജിസാറിന്റെ മോക്ക് മനസ്സിലായി? ഞാൻ ചോദിക്കുന്ന പേരെടുത്ത് ചോദിക്കുന്ന വേറൊന്നും കൊണ്ടല്ല, ഇപ്പൊ വന്നതേ ഉള്ളൂ, ഇന്നത്തെ ക്ലാസ്സും കേട്ടില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. മനസ്സിലായോ മോളെ? മനസ്സിലായില്ലേ? ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ എണ്ണി പഠിക്കുക. നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം 2-3 തവണ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് ഇങ്ങനെ എണ്ണി പഠിക്കണം. എണ്ണി പഠിച്ചതിന് ശേഷം, അതായത് ഇങ്ങനെ 1 മുതൽ 99 വരെ എണ്ണിയ ശേഷം നിങ്ങൾ 2 പേരൊക്കെ അടുത്തുണ്ടെങ്കിൽ ഞാനൊരു കളി പറഞ്ഞുതരാം. ഇത് നിങ്ങൾ നാളെ സ്കൂളിൽ പോകുമ്പോൾ നിങ്ങൾ മറ്റുള്ള കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കണം. മറ്റുള്ള കുട്ടികളായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യാനൂടെ ശ്രമിക്കണം. വെറുതെ ഇരിക്കുമ്പോൾ ഇതൊരു കളിയാണ് അല്ലേ? ഒരു കളിയല്ലേ ഇത്? കളിയല്ലേ? ഓക്കെ, ഇതൊരു കളിയാണ്. അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം? നിങ്ങളിത് മറ്റുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇവിടെ നമ്മളുടെ കോഴ്സിൽ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അതായത് ഇതിന്റെ ഇനി ക്ലാസ്സിന്റെ ഒരു പകുതി, ഒരു 10 ദിവസം കഴിഞ്ഞുള്ള ക്ലാസ്സുകൾ പലതും പുറത്ത് പറയാനുള്ളതല്ല. മേജിക്കുമായിട്ട് ബന്ധപ്പെട്ടും മെന്റലിസവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ട്രിക്കുകളും കാര്യങ്ങളൊക്കെയാണ്. കണക്കിന്റെ കുറച്ച് ട്രിക്കുകളൊക്കെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോ അവിടെ നമ്മൾ എന്ത് ചെയ്യില്ല, പറയാനുള്ളതല്ല. കാരണം അത് കലയാണ്. മാജിക്ക് നമുക്ക് എല്ലാം പറഞ്ഞു കൊടുക്കാനുള്ള, ഇത് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? ക്യാമറ എല്ലാവരും ഒന്ന് ഓൺ ആക്കി വെച്ചിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. എനിക്ക് ചിലരെ മുഖം കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാനിത് ക്യാമറ ഓൺ ആക്കണം എന്ന് ഞാൻ പറയുന്നതിന്റെ ഒരു പ്രത്യേക കാര്യം, എല്ലാ രക്ഷകർത്താക്കളും ശ്രദ്ധിക്കുക. ഞാൻ പല തവണയായിട്ട് പറയുന്നുണ്ട്. അതായത് എനിക്ക് കുട്ടികളെ നമ്മളുടെ ഈ കോഴ്സ് കംപ്ലീറ്റ്ലി ഒരു സൈക്കോളജിക്കൽ മൂവിങ് ആണ്. മനഃശാസ്ത്രപരമായിട്ട് ഒരു മൂവിങ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഒരു കുട്ടിക്ക്, അതായത് ഒരു കുട്ടിയുടെ സ്കില്ല് വരെ, ഒരു കുട്ടി ഇപ്പോ പഠിക്കുന്നതിനിടയ്ക്ക് ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് അവർ കളിച്ചുകൊണ്ടായിരിക്കും പഠിക്കുന്നത്. ചിലർ ശ്രദ്ധിച്ചായിരിക്കാം ഇരിക്കുന്നത്. അപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നവർ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ വേണ്ടിയൊന്നും അല്ല. അവരുടെ സ്കില്ല്, അവരുടെ പഠന രീതി, അതായത് ബോഡിലി കിനസ്തെറ്റിക്കലാണ്. കിനസ്തെറ്റിക്കൽ എന്ന് പറയുന്നത് രക്ഷകർത്താക്കൾ പ്രത്യേകം ശ്രദ്ധിച്ചുള്ള, അവർ അടങ്ങി ഒതുങ്ങിയിരുന്ന ചില കുട്ടികൾക്ക് പഠിക്കാൻ പറ്റത്തില്ല. അവർക്ക് കളിച്ചുകൊണ്ടേ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് അവരുടെ ശ്രദ്ധയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. എന്നിട്ട് അവരവിടെ അടക്കി ഒതുങ്ങി ഇരിക്കണമെന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് അവർക്ക് എങ്ങനെ മനസ്സിലാക്കണമെന്ന് ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു കൊടുക്കും. ഞാൻ പ്രത്യേകം ഓരോ കുട്ടികളെയും അവരുടെ അറ്റൻഷൻ, അവരുടെ ശ്രദ്ധ ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്. നോട്ട് ചെയ്തിട്ട് അതനുസരിച്ചായിരിക്കും അവരും ഞാനുമായിട്ടുള്ള ചങ്ങാത്തം കൂടുന്നത്. ഓക്കെ, ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ കണ്ടു കാണും. അത് വന്നില്ലല്ലോ, സജീവ് സാറ് എത്തിയിട്ടില്ലല്ലോ, സൂരജൻ എത്തിയിട്ടില്ലല്ലോ. ഓക്കെ, സൂരജൻ ഇന്ന് നമ്മുടെ ഗ്രൂപ്പിലൊരു വീഡിയോസ് ഇട്ട് എല്ലാവരും കണ്ടായിരുന്നോ? യൂട്യൂബ് ചാനൽ തുടങ്ങി എന്ന് പറഞ്ഞു. കണ്ടു സാർ. ഓക്കെ, ഞാൻ സൂരജനെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സജീവ് സാർ എൻ്റെ അടുത്ത് പറഞ്ഞാല് അവൻ ഒന്നും അടങ്ങി ഒതുങ്ങി ഇരിക്കില്ല. രണ്ടാമത്തെ കാര്യം, അവനെ കൊണ്ട് പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. മനസ്സിലല്ലേ? അവൻ നമ്മളുടെ തുടക്കം മുതലുള്ള വീഡിയോസുകള് കാണുകയും അതിനോടൊപ്പം പകുതി ഒത്തിരി നേരം വന്നിരിക്കും, പിന്നെ അവൻ പോവും. പക്ഷെ അവൻ എന്ത് ഭംഗിയായിട്ടാണ് വീഡിയോ എടുത്തത്, എന്ത് ഭംഗിയായിട്ടെന്നുള്ളതല്ല, എന്ത് ഭംഗി മീൻസ്
എന്ത് ധൈര്യമായിട്ടാണ് ആ വീഡിയോയിൽ സംസാരിച്ചിരിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ സംസാരിക്കുന്ന ഒരാളല്ലായിരുന്നു. ഓൾറെഡി അവൻ സംസാരിക്കുമായിരുന്നു, പക്ഷെ ആ സംസാരിക്കാനുള്ള സ്പേസ് ഇല്ല. ഒരു വീഡിയോ എടുത്തിട്ട് എൻ്റെ ചേച്ചി പഠിക്കാൻ പോകുന്നു, നവോദയയിൽ പോവുകയാണ്, അപ്പൊ പഠിക്കാൻ പോകുന്നു, അതിനുവേണ്ടി ആ വീഡിയോസ് കണ്ടോ? ആ കുട്ടിയുടെ വീഡിയോസ് കണ്ടോ? എല്ലാവരും അത് കാണണം. അതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ വീഡിയോസ് ചെയ്യണം. ഞാൻ പറഞ്ഞത് ആ കുട്ടിയെ കൊണ്ട് പറ്റില്ല എന്നാ പറഞ്ഞു. അല്ലെങ്കിൽ ആ കുട്ടി സജീവ് സാറിൽ ഉണ്ടെന്നറിയില്ല, ഇപ്പൊ ഒരുപാട് പേരുണ്ട് ഇതിനകത്ത്. അവൻ എന്താണ് കൊച്ചല്ലേ എന്നാണ് പറഞ്ഞത്. അവൻ യൂട്യൂബർ ആയിരിക്കാം. എന്നെ വിളിച്ചിട്ട് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞറിയാമോ? ഞാൻ യൂട്യൂബ് വീഡിയോസ് ഇട്ട് നിറയ്ക്കുമെന്നാ പറഞ്ഞു എൻ്റെ അടുത്ത്. സാറേ, ഞാൻ യൂട്യൂബിനകത്ത് വീഡിയോസ് ഇട്ട് എന്ത് ചെയ്യും? നിറച്ചു കളയും. യൂട്യൂബ് കമ്പനി എന്താണ് യൂട്യൂബ് നിറച്ചു കളയും എന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എവിടെയാണ് നമ്മൾ കാണുന്നതല്ല. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് കൃത്യമായിട്ടും നിങ്ങളുടെ ഓരോരുത്തരെയും ഞാൻ ഇതിനകത്ത് എന്താണ് എൻ്റെ മുന്നില് 2 മൊബൈലുകളുണ്ട്. ഇതിനകത്തും നിങ്ങളുണ്ട്. ഞാൻ ഒന്നിന് ലൈവിൽ വരുമ്പോൾ ഞാൻ മറ്റേ ടാബിലൂടെ, ഇത് ടാബാണ്, ഞാൻ ടാബിലാണ് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ ടാബിലാണ് സ്ക്രീൻ ഷെയർ ചെയ്യുന്നെങ്കിൽ ഞാൻ ഈ ടാബിൽ മൊബൈലിൽ നിങ്ങളെല്ലാവരെയും നിരീക്ഷിച്ചുകൊണ്ടാണ് ക്ലാസ് എടുക്കുന്നത്. അത് നിങ്ങളെ ചിട്ട പഠിപ്പിക്കാനല്ല, നിങ്ങളെ അടക്കി ഒതുക്കി ഇരുത്താനല്ല. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ ഇരുന്നാൽ മതി. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇതിനോടൊപ്പം ആക്ഷൻ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളെ ഞാൻ 21 ദിവസം കൊണ്ട് നിങ്ങളെ ഞാൻ നല്ലൊരു ലെവലിലേക്ക് ഞാൻ തീർച്ചയായിട്ടും എത്തിച്ചിരിക്കും. ഓക്കെ, അപ്പോ നമ്മൾ ഒന്നാമത്തെ സെക്ഷൻ ഏകദേശം നമ്മളെ അടുത്തിരിക്കുകയാണ്. നിങ്ങൾ ക്യാമറ എല്ലാവരും ഓണാക്കി വെക്കുക. നമ്മളെ ഫേസ് കണ്ടോട്ടെ. പണ്ട് ഈ സ്റ്റേജ് ഫയർ എന്ന് പറയും, സഭാകമ്പം സ്റ്റേജ് ഫയർ എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? ഒരു വേദിയിൽ കയറി നിന്ന്, ഒരു സ്റ്റേജിൽ നിന്ന് നമുക്ക് സംസാരിക്കാനുള്ള പേടി. ഒരു 10 പേര് കൂടി നിന്നാൽ അവരടുത്ത് പോയി സംസാരിക്കാനുള്ള പേടി. മനസ്സിലല്ലേ? പക്ഷെ ആ പേടി നമ്മളുടെ ജീവിതത്തിൽ എല്ലാ സ്ഥലത്തും ഇല്ലാതാക്കും. എവിടെയും നമ്മൾ എത്തിക്കില്ല. എപ്പോഴും നമ്മൾ മറ്റാരും കാണാതെ പോകും. ഇപ്പൊ നമുക്ക് ഈ സ്റ്റേജ് ഫയർ എന്ന് പറയുന്ന പേടി കൂടുമ്പോൾ, സഭാകമ്പം എന്ന് പറയുന്ന മറ്റുള്ള ആൾക്കാരെ മുന്നിൽ പോയി സംസാരിക്കാനുള്ള പേടി കൂടുമ്പോൾ, നമ്മളെ മനസ്സിൽ വേറൊരു ഒരു വൈറസ് വളരും. നമ്മളെ തലച്ചോറിൽ വേറൊരു വൈറസ് വളരും. അറിയാമോ? നമ്മള് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പേടിച്ചിട്ട് മാറി നിൽക്കുമ്പോൾ, ഒരു പൊതുസമൂഹത്തിനകത്ത് പോയി സംസാരിക്കാൻ പറ്റാതെ വരുമ്പോൾ, 10 കുട്ടികൾ നിൽക്കുമ്പോൾ അവരടുത്ത് പോയി സംസാരിക്കാൻ പറ്റാതെ വരുമ്പോൾ എന്തുണ്ടാവും? നമ്മളെ തലച്ചോറിൽ, നമ്മളുടെ മനസ്സിൽ വേറൊരു വൈറസ് വളരും. എന്താ അറിയാമോ? വളരുന്നവരെ അംഗീകരിക്കാനുള്ള മനസ്സില്ലാതെ വരും. വളർച്ചയെ ഇഷ്ടപ്പെടാതെ വരും. കാരണം നമ്മൾ വളർച്ചയെ ഇഷ്ടപ്പെട്ടാൽ, നല്ലതിനെ അംഗീകരിച്ചാൽ നമ്മൾ മുന്നിൽ ചെന്ന് പറയേണ്ടി വരും. വളരുന്നവരോട് അസൂയ കൂടും. എന്തെങ്കിലും കഴിവ് കാണിക്കുന്നവരോട് അസൂയ കൂടും. ആ അസൂയ അഹങ്കാരമാകും. ഓ, ഇത് ആർക്കാണ് പറ്റാത്തത്? അല്ലെങ്കിൽ ഓ, അവ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. കാരണം നമുക്ക് മറ്റുള്ളവരുടെ അടുത്ത് പോയി സംസാരിക്കാനുള്ള പേടി പതിയെ